യൂണിറ്റ്, 12th യൂണിറ്റ് ഇസ് അബൌട്ട് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ് ലേണിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ന്യൂറോൺസിനെ മിമിക് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതൊരു സിംഗിൾ ലെയറിൽ എങ്ങനെ വർക്കിംഗ് വരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഹിഡൻ ലെയറിന്റെയും ഇൻ ബിറ്റ്വീൻ യു വിൽ ഹാവ് n നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്. അപ്പൊ അത് ഓരോ ലെയറിൽ നിന്നും നിങ്ങളുടെ വെയിറ്റ് ഫങ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ്. ദാറ്റ് ഈസ് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പൊ അതില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ട്, അതിന്റെ റോൾസ് ഉണ്ട്. അതാണ് നമ്മൾ ആക്ടിവേഷൻ ടൈപ്സിന്റെ ഫംഗ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സെഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം. അതായത് ഒരു വട്ടം നിങ്ങൾ വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ന്യൂറോൺസിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഫോർ ദ സെക്കൻഡ് ടൈം ആ ഔട്ട്പുട്ട് എൻഡിൽ യു ക്യാൻ ഗെറ്റ് ഓർ യു ക്യാൻ ജനറേറ്റ് എ എറർ ഫംഗ്ഷൻ. എത്രയാണ് ആക്ച്വൽ വാല്യൂ ടാർഗറ്റഡ് വാല്യൂ ആയിട്ട് ഡിഫർ ചെയ്ത് നിൽക്കുന്നത്, അതാണ് നിങ്ങളുടെ എറർ വാല്യൂ നിങ്ങൾക്ക് തരുന്നത്. ആ എററിനെ നമ്മൾ ബാക്ക്വേർഡ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇനീഷ്യൽ വെയിറ്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ആ അപ്ഡേറ്റഡ് വെയിറ്റ്സ് വെച്ചിട്ട് സെക്കൻഡ് ഐറ്ററേഷൻ ചെയ്യും. ഇത്തരത്തിൽ മൂവ് ചെയ്യുന്ന അൽഗോരിതങ്ങളെയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് സംഭവം, അതായത് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക്സ്, ഇതാണ് നമ്മൾ ഈ 12th യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒരു നോട്ട് ഉണ്ട്, അത് ലൈക്ക് എന്താ പറയുന്നത്, ടെക്സ്റ്റിലെല്ലാം ഉണ്ട്, ടെക്സ്റ്റ് കംപ്ലീറ്റ് ആണ്. ബട്ട് അതിൻ്റെയും എൻ്റെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ എന്താണ്, ഇഫ് യു ഹാവ് ലെസ് എമൗണ്ട് ഓഫ് ടൈം, ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഇത് ഈ പറയുന്ന നോട്ട് ഗോ ത്രൂ ചെയ്താലും മതി. എസ്ഐക്ക് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് ആ നോട്ടിൽ, ആ സ്ലൈഡിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇവിടെ ആദ്യം അവർ ബയോളജിക്കൽ ന്യൂറോണും ആർട്ടിഫിഷ്യൽ ന്യൂറോണിന്റെയും എന്താണ് ഡിഫറൻസ് പറയുന്നുണ്ട്. അതായത് ബയോളജിക്കൽ ന്യൂറോണിന് നമ്മൾ കുറേയും കൂടെ ബയോളജിക്കൽ ടേംസ് പറയുമ്പോൾ അതിന് ഓരോ ടേമിനും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിലും അതിന്റെ കറസ്പോണ്ടിങ് ബ്ലോക്സ് ഉണ്ട്. ഫോർ സെൽ ന്യൂക്ലിയസ് യു ഹാവ് നോഡ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ ആണ് നിങ്ങളുടെ ഇവിടുത്തെ ഇൻപുട്ട് നോഡായിട്ട് കൺവേർട്ട് ആയിട്ടുള്ളത്. രണ്ട് ന്യൂറോണുകളുടെ ഇടയിൽ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ വെയിറ്റ്സ് വെച്ച് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ലോങ് ടെയിൽ എൻഡ് അല്ലെങ്കിൽ ആ ടെയിൽ പോർഷൻ നമ്മൾ ആക്സൺ എന്നാണ് ബയോളജിക്കൽ ന്യൂറോണിൽ വിളിക്കുന്നത്. അതാണ് നമ്മളുടെ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ന്യൂറോണിലെ ഔട്ട്പുട്ട് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓരോന്നും നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. കറസ്പോണ്ടിങ് ടു എ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് യു ക്യാൻ ക്രിയേറ്റ് ഓർ യു ക്യാൻ മിമിക് എ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഓവർവ്യൂവിലൊന്നും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊന്നും ഇല്ല. താഴത്തേക്ക് വരുമ്പോൾ യു ക്യാൻ സി മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് ആക്ടിവേഷൻ ഫംഗ്ഷൻ. മൾട്ടി ലെയർ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിംഗിൾ ലെയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ന്യൂറോണിൽ ഹാപ്പൻ ചെയ്യുന്നതാണ് ഇവിടെ ഒരു പെർസെപ്ഷൻ റൂൾ എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ യുവർ ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ലെയേഴ്സ് വിച്ച് ആർ നോൺ as ഹിഡൻ ലെയർ ദാറ്റ് ബിക്കംസ് എ, ഇതിപ്പോ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് സിംഗിൾ ഹിഡൻ ലെയർ ആണ്. ഈ നടുക്കുള്ള ലെയർ ആണ് നിങ്ങളുടെ ഹിഡൻ ലെയർ. അപ്പൊ അതിനൊരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഇതിനെ ഫീഡ് ഫോർവേഡ് എന്ന് പറയാൻ കാരണം, ഇവിടെ കറസ്പോണ്ടിങ് ടു ദ ന്യൂറോൺ യു വിൽ ആഡ് യുവർ വെയിറ്റ്സ് ഓർ യു വിൽ മൾട്ടിപ്ലൈ യുവർ വെയിറ്റ്സ്. ആ വെയിറ്റ്സിനെ നമ്മൾ ഒരു ഡയറക്ഷനിൽ മാത്രം, അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ അതിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഒന്നിൽ കൂടുതൽ ഹിഡൻ ലെയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതിന്റെ ഡയഗ്രാം താഴത്തേക്കുണ്ട്, യു ക്യാൻ സീ. പിന്നെ മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഡയഗ്രാം കൊടുത്തിട്ടില്ല, മറിച്ച് ഈ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക്
ഗേറ്റ്സിന്, അതായത് നമ്മൾക്ക് ബേസിക് ഗേറ്റ്സ് ഉണ്ട്, ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നാൻഡ് ഉണ്ട്, നോർ ഉണ്ട്, ലോജിക് സർക്യൂട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് വൈ കറസ്പോണ്ടിങ് നിങ്ങൾ ഒരു ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓരോ ഇൻപുട്ട് കോമ്പിനേഷനും എന്ത് വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിഫറെന്റ് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഗേറ്റ്സിന് നമ്മൾക്ക് ആക്ച്വലി ന്യൂറൽ നെറ്റ്വർക്ക് വെച്ച് സോൾവ് ചെയ്യാം. അതായത് ന്യൂറൽ നെറ്റ്വർക്കിലുള്ള ഇൻപുട്ട് ലെയറിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഗേറ്റ്സിലേക്ക് പാസ് ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂ x1 y1 പാസ് ചെയ്യുമ്പോൾ വാട്ട് വുഡ് ബി ജനറേറ്റഡ്, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡിഫറെന്റ് ഗേറ്റ്സിനെ സോൾവ് ചെയ്യാം. ആ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ ലേൺ. ന്യൂറൽ നെറ്റ്വർക്കിൽ ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആ എക്സാമ്പിൾസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ എക്സാമ്പിളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു വെയിറ്റഡ് ഇൻപുട്ട് ചെയ്യുക, അതായത് സമ്മേഷ്യ ഓഫ് ഒരു സമ്മേഷ്യ ഉണ്ടാവും, ഒരു എഫ് ലൈക്ക് ഫംഗ്ഷനും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചു തരാം. യു വിൽ ഹാവ് യു ക്യാൻ സീ ഹിയർ പി ഡയഗ്രം ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ വി ഓവർ ഹിയർ ആൻഡ് ലാസ്റ്റ്ലി യു വിൽ ഹാവ് എ വൈ. അപ്പൊ എന്താണ് ഈ വിയും വൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. വി എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് പഠിച്ചപ്പോൾ നമ്മൾ അതിനെ സിഗ്മ അല്ലെങ്കിൽ സമ്മേഷ്യ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത്. അത് സമ്മേഷ്യയിൽ എന്താ ചെയ്യുന്നത്? സമ്മേഷ്യ ഓഫ് ഓർ ടോട്ടൽ ഓഫ് ഈച്ച് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് വെയിറ്റ്, അതായത് x1 y1 പ്ലസ് x2 y2 പ്ലസ് x3 y3 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരുന്നു നിങ്ങളുടെ വി ഫംഗ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേഷ്യ എങ്കിൽ സമ്മേഷ്യ ഫംഗ്ഷനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി വൈയിൽ എന്താ ചെയ്യുന്നത്? യു ക്യാൻ സി ഫൈ ഓഫ് വി. ഇവിടെ എന്താണോ നിങ്ങൾക്ക് വി ആയിട്ട് കിട്ടിയത് അതിനെ തന്നെ യു ആർ അപ്ലൈയിങ് എ ഫംഗ്ഷൻ. ഇവിടെ ആ ഫംഗ്ഷൻ അവര് ഫൈ എന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈ ഇസ് സം ഫംഗ്ഷൻ which can convert or which can normalize your value to a standardized level. നിങ്ങളുടെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലെവലിലേക്ക് നിങ്ങളുടെ വാല്യൂവിനെ മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കിൽ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്നതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറയുന്നത് സിഗ്മോയിഡ് ന്യൂറോൺസ് ആൻഡ് എക്സാമ്പിൾ. Sigmoid is an example for the activation function you have used in your feed forward neural network. എന്തുകൊണ്ട് സിഗ്മോയിഡ് പറയുന്നു എന്ന് വെച്ചാൽ സിഗ്മോയിഡ് ആണ് ഒരു 70-80% ന്യൂറൽ നെറ്റ്വർക്സിൽ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അതല്ലാതെ സിഗ്മോയിഡ് അല്ലാതെ നിങ്ങൾക്ക് റീലു, ടാനച്ച് എന്നൊക്കെ പറയുന്ന പല മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻ വാല്യൂസ് ഓൾ ആർ മാത്തമാറ്റിക്കൽ. ആ ഫംഗ്ഷൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ്. നമ്മൾ അതിന്റെ ബിഹൈൻഡിലേക്കൊന്നും പോകണ്ട, മറിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൊമൈൻ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡൊമൈനിൽ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ജനറലി യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഏതൊക്കെ എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സിഗ്മോയിഡിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്കലി സിഗ്മോയിഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് f of x is equal to 0 for all negative values. x less than 0 ആണെങ്കിൽ f of x ന്റെ വാല്യൂ 0 തരും. and for x greater than or equal to 0 ആണെങ്കിൽ f of x would become equal to +1. f of x becomes equal to +1. so all your values, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ വാല്യൂസും would lie between 0 and 1. നിങ്ങൾക്ക് ഒരു നോർമലൈസ്ഡ് റേഞ്ച് 0ക്കും 1ന്റെ ഇടയിൽ നിങ്ങളുടെ ഫംഗ്ഷൻ റേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ you can apply activation function as your sigmoid function. ഇനി അടുത്തതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. സിഗ്മോയിഡിന്റെ മാത്തമാറ്റിക്കൽ ഫോം ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. യെസ്, ഇറ്റ് ഇസ് ഗിവൺ. യു ക്യാൻ സീ point 2. Sigmoid function should be continuous. It is a partial derivative, that is its form is sigma of z by 1 divided by 1 minus sigma z. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു വേറൊരു ഫോമിൽ, ഡയറക്റ്റ് ഫോമിൽ നിങ്ങൾക്ക് എഴുതാം 1/1 minus e raised to minus x. e raised to minus x is the general form of your sigmoid function. വേറെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഒന്നും ടെക്സ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിലബസ് പോയിന്റിൽ ഇല്ല.
ഇനി നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതത്തിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു ജനറലി നമ്മൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഫീഡ് ഫോർവേഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഓരോ ടാർഗറ്റഡ് വാല്യൂ നിങ്ങൾക്കുണ്ടാവും. ആ ടാർഗറ്റ് വാല്യൂ ലേൺ ചെയ്യുന്ന ട്രെയിനിങ് ഫേസിന് ശേഷം ലേൺ ചെയ്തതിന് ശേഷം you are actually computing the actual value. Then you can reduce your actual value from the target value. ടാർഗറ്റ് വാല്യൂ ആക്ച്വൽ വാല്യൂ മൈനസ് ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 വാല്യൂ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മോഡല് 100% ലേൺഡ് ആണ്, അല്ലെങ്കിൽ മോഡല് 100% ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് സെറ്റിനെ എന്താണ് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ലേൺ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇഫ് ദർ ഇസ് എൻ ഈ ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ മൈനസ് ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഐഡിയൽ കേസ് ആണ്. നമ്മൾക്ക് അങ്ങനെ എക്സാക്ട് ഈക്വൽ ടു 0 കിട്ടില്ല, മറിച്ച് അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു എറർ പെർസെന്റ് ഉണ്ടാവും. അപ്പൊ ആ എറർ പെർസെന്റിനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ എററിനെ മിനിമൈസ് ചെയ്യാനായിട്ട് യു ക്യാൻ അപ്ഡേറ്റ് ദ പാരാമീറ്റേഴ്സ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പാരാമീറ്റേഴ്സ്? ഒരിക്കലും നിങ്ങൾക്ക് എക്സ് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാര്യം എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ട് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചർ വാല്യൂവിനെ മാറ്റുക എന്ന് പറയുന്നത് പ്രോബ്ലം മാറ്റുന്നതിനോട് ഈക്വലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫീച്ചേഴ്സ് അല്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ വെയിറ്റ് വാല്യൂസ് ആണ്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ചേഞ്ച് ചെയ്യാം, ഈവൻ നിങ്ങളുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ബയസ് എന്ന് പറയുന്ന വേറൊരു കോമ്പണന്റ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിൽ ആഡ് ചെയ്യും. അതായത് ബയസ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ആണ്. ബി എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. x1y1 പ്ലസ് x2y2 പ്ലസ് ബി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. അത് ആ കോൺസ്റ്റന്റിന് വേറെ ഫങ്ഷൻസ് ഒന്നും ഇല്ല. അത് ആഡ് ചെയ്യുന്നതിന്റെ റെലവൻസ് അല്ലെങ്കിൽ ആ ആഡ് ചെയ്യുന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളുടെ x1y1 പ്ലസ് x2y2 ഈക്വൽ ടു 0 ആയിപ്പോയി. അതായത് ഇൻ സം കേസ് അതൊരു നോട്ട് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, മറിച്ച് അതൊരു 0യിൽ എൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് ബിക്കംസ് 0. ഒരിക്കലും ആ ലേണിംഗ് 0 ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബയസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അവിടെ ഈ ഡയഗ്രത്തിൽ നമ്മൾക്ക് അപ്ഡേറ്റ് ദ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പാരാമീറ്റർ ക്യാൻ ബി യുവർ വെയിറ്റ് വാല്യൂ, parameter can be your bias value, and parameter can be your even your activation function. അതിനെ വരെ നിങ്ങൾക്ക് മാറ്റി നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരിക്കലും പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻപുട്സ് ആണെന്ന് പറയരുത്. x1 x2 x3 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്സ് ആണ്. അതിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോബ്ലത്തിനെ മാറ്റി പുതിയ പ്രോബ്ലത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോട്ട് എ സിനാരിയോ. അതല്ല നമുക്ക് വേണ്ടത്. എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിലെ പാരാമീറ്റേഴ്സ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എററിനെ എങ്ങനെ മിനിമൈസ് ചെയ്ത് ട്രെയിൻ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം. ഞാനൊരു അൽഗോരിതം തരാം. ഇവിടെ ഇപ്പൊ ആക്ച്വലി അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് പഠിക്കാം, അല്ല വേറെ നിങ്ങൾക്ക് അൽഗോരിതംസ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സിമ്പിൾ ഒരു 9 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 9 സിമ്പിൾ ഫോർവേഡ് സ്റ്റെപ്പിന്റെ ഒരു അൽഗോരിതം എന്റെ നോട്ടിലുണ്ട്. അത് വേണമെങ്കിൽ അത് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. എല്ലാത്തിലും ആണെങ്കിൽ പ്രൊസീജിയർ ഇസ് സെയിം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർവേഡ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ x1y1 നോട്ട് x1y1 x1w1 അതായത് വെയിറ്റ് ഇൻറ്റു നിങ്ങളുടെ ഇൻപുട്സ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫോളോ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എൻഡിൽ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ നിങ്ങൾ ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്യണം. വി പുട്ട് ഓൾ ദ വാല്യൂസ് ടു കാൽക്കുലേറ്റ് ദി അപ്ഡേറ്റഡ് വെയ്റ്റ്സ്. അപ്പൊ പുറകോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന വെയ്റ്റ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻസ് ഡിഫറെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാ ന്യൂറൽ നെറ്റ്വർക്കും എടുക്കുമ്പോൾ യു ക്യാൻ സീ ഹിയർ ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത് ഐ ആണ്, ഔട്ട്പുട്ട് ലെയർ എന്ന് പറയുന്നത് ഓ ലെയർ ആണ്. ഇവിടെ ഇൻപുട്ട് ലെയറിൽ 2 ന്യൂറോൺസ് ഉണ്ട്, I1 and I2.
ഈ J and I is an example for bias. You can see B is equal to 1.35, B is equal to 2.60. ഈ ജെയും ബി എന്ന് പറയുന്ന ന്യൂറോണുകളല്ല, മറിച്ച് ബയസ് വാല്യൂസ് ആണ്. ഔട്ട്പുട്ടിൽ രണ്ട് ന്യൂറോൺ, ഹിഡൻ ലെയർ ഇവിടെ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇത് മൾട്ടി ലെയേഴ്സ് വരാം, അതായത് ഹിഡൻ ലെയേഴ്സ് തന്നെ ഒന്നിൽ കൂടുതൽ വരാം. ഇൻപുട്ട് ലെയറിന് ഒറ്റ ന്യൂറോൺസ് വരാം, അല്ലെങ്കിൽ ഒറ്റ ലെയർ വരാം. എപ്പോഴും ഇൻപുട്ട് ലെയർ ഒന്നും ഔട്ട്പുട്ട് ലെയർ ഒന്നും, ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആകാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് എറർ വാല്യൂ അറ്റ് ഔട്ട്പുട്ട് ലെയർ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എറർ വാല്യൂ അറ്റ് ഹിഡൻ ലെയർ, അതിന് ഡിഫറെന്റ് ഇക്വേഷൻ ഉണ്ട്. ഈ ഔട്ട്പുട്ട് ലെയറിലെ ഹിഡൻ എറർ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുറകിലോട്ട് ന്യൂറോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് മൈനസ് ഒബ്സർവ്ഡ്, നിങ്ങളുടെ ടാർഗറ്റ് എന്തായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ, ആക്ച്വൽ വാല്യൂ എന്തായിരുന്നു, ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എറർ അറ്റ് ഔട്ട്പുട്ട് ലെയർ. ഹിഡൻ ലെയറിലേക്ക് വരുമ്പോൾ ഹിഡൻ ലെയറിന് മുന്നേ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് കാണാം. ഒന്നെങ്കിൽ ഒരു ഔട്ട്പുട്ട് ലെയർ കാണാം, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ലെയറും അതിനുശേഷം വരുന്ന ഹിഡൻ ലെയേഴ്സും കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഹിഡൻ ലെയറിലെയും വെയിറ്റിന്റെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ബിക്കംസ് സ്ലൈറ്റ്ലി ചേഞ്ച്. ഇവിടുത്തെ ന്യൂറോൺസിനെ കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ആണ് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗിന്റെ മെയിൻ തിങ്. യു ക്യാൻ സീ ഹിയർ O1 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഇക്വേഷൻ. ഇതിനേലും കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോം ആണ് നമ്മുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ഹിഡൻ വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതെന്ന് പറയുന്നത് ആ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ച് ന്യൂമറിക്കൽസ് കാണാം. ആ ന്യൂമറിക്കൽ വാല്യൂവിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഈ അപ്ഡേഷൻ വരുന്നത്. യു ക്യാൻ സീ ഹിയർ ഈ 0.5 0.10 എന്നൊക്കെ പറഞ്ഞത് I1 കറസ്പോണ്ടിങ് വെയിറ്റും I2 കറസ്പോണ്ടിങ് വെയിറ്റും ആണ്. അപ്പൊ ഈ പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് അത് എസ്റ്റിമേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് അവർ ഈ 2-3 സ്റ്റെപ്സിൽ എഴുതിയിരിക്കുന്നത്. അൽഗോരിതം എഴുതാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് എറർ അറ്റ് ഔട്ട്പുട്ട് ലെയർ ആൻഡ് എറർ അറ്റ് ഹിഡൻ ലെയേഴ്സ്. യെസ് രണ്ടാമത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്നതാണ് വാല്യൂ. ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെയറിന്റെ വാല്യൂയും ഇവിടെ വരെയുള്ള ഇക്വേഷൻ D2 × 1 വരെയുള്ള ഇക്വേഷൻ പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ എറർ അറ്റ് O1 എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ന്യൂറോൺസിന്റെ എറർ വാല്യൂ ആണ്. ഈ രണ്ട് എറർ വാല്യൂസ് ആണ് ബേസിക്കലി ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതത്തിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഈ സെഷനിൽ നിന്നും സാധാരണഗതിയിൽ ന്യൂമറിക്കൽസ് ചോദിച്ചു കണ്ടിട്ടില്ല, മറിച്ച് അൽഗോരിതം നിങ്ങൾ പഠിക്കണം. അൽഗോരിതം ഒന്നെങ്കിൽ ടെക്സ്റ്റിലുള്ളത് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള നോട്ടിലുള്ള അൽഗോരിതം പഠിക്കുക. ഇനി ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് തിയറി വായിച്ചു വിട്ടാൽ മതി. നമ്മളിപ്പോ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ജനറൽ അൽഗോരിതം വർക്ക് ചെയ്യുന്ന പാറ്റേൺ ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇത് ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്യാം, റിഗ്രഷന് യൂസ് ചെയ്യാം. ക്ലാസിഫിക്കേഷന് റിഗ്രഷന് യൂസ് ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് ആ സെഷനിൽ പറയുന്നത്. നിങ്ങളുടെ ഔട്ട്പുട്ട് ലെയറിന്റെ ന്യൂറോണിന്റെ എണ്ണം അനുസരിച്ചാണ് ഇത് ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആണോ യൂസ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ലെയറിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് n നമ്പർ ഓഫ് ന്യൂറോൺസ് ആണ് ഉള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 ന്യൂറോൺ O1 O2, 3 ന്യൂറോൺ O1 O2 O3, അല്ലെങ്കിൽ ഒരു 10 ന്യൂറോൺ O1 O2 O3 till O10, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിസ്ക്രീറ്റ് നമ്പർ ഓഫ് ന്യൂറോൺസിന്റെ ഔട്ട്പുട്ട് ലെയർ ആണെങ്കിൽ അത് ക്ലാസിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി പോവും. ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതല്ല, ജനറേറ്റ് ചെയ്യാം, പക്ഷെ ഔട്ട്പുട്ട് ലെയറിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് നമ്പർ ഓഫ് ഔട്ട്പുട്ട് ന്യൂറോൺസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നിങ്ങൾ റിഗ്രഷൻ മോഡൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലാസ്റ്റും ഇതുപോലെ തന്നെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതായത് ഈ n നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് വരുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ എക്സാമ്പിൾ എല്ലാം ചെറിയൊരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡീപ്പ് ലേണിംഗ്? ഡീപ്പ് ലേണിംഗിന്റെ ഒരു എക്സാമ്പിൾ, വെൻ യു കമ്പയർ ഡീപ്പ് ലേണിംഗ് വിത്ത് മെഷീൻ ലേണിംഗ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതായത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി മെഷീൻ ലേണിംഗിന്റെ ഒരു ടൈപ്പാണ്. മെഷീൻ ലേണിംഗിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്,
പിന്നെ ഡേറ്റ സയൻസ്, ഡേറ്റ മൈനിങ് മെത്തേഡ്, അങ്ങനെ കുറെ മെത്തേഡ്സുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് ഡീപ്പ് ലേണിംഗ്, ഹ്യൂമൻ ബ്രെയിനിനെ മിമിക് ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പൊ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ലേണിംഗ് ടെക്നിക്ക് മാത്രമാണ് ഡീപ്പ് ലേണിംഗ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. ആ സംഭവങ്ങളൊന്ന് വായിച്ചു നോക്കുക. വിത്ത് ദിസ് നമ്മുടെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓവർ. ബ്ലോക്ക് 3 ഈസ് ഓവർ. ഇനി നമ്മൾ പതിയെ ബ്ലോക്ക് 4ലേക്ക് പോകും. ബ്ലോക്ക് 4ലും ഇതുപോലെ തന്നെ 4 മൊഡ്യൂൾസ് ഉണ്ട്. ഐ തിങ്ക് 4 മൊഡ്യൂൾസ്. ഒന്ന് നോക്കിയിട്ടേ പറയാം. ടീച്ചർ സെലക്ഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ ഫസ്റ്റ് ബ്ലോക്ക്. പിന്നീട് വരുമ്പോ അസോസിയേഷൻ റൂൾ സെക്കൻഡ് ബ്ലോക്ക്. ആൻഡ് അസോസിയേഷൻ മൈനിങ് കഴിഞ്ഞിട്ട് ക്ലസ്റ്ററിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? പിന്നീട് നിങ്ങളുടെ ലാബിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്, അതായത് മെഷീൻ ലേണിംഗ്, പ്രോഗ്രാമിംഗ് വിത്ത് പൈത്തൺ. അപ്പൊ അത് ലാബിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതായത് ബ്ലോക്ക് 1ഉം 2ഉം കൂടെ കവർ ചെയ്തതിന് ശേഷം എടുക്കാം. ഈ ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ യൂണിറ്റ്, അതായത് നമ്മുടെ അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഡേറ്റ മൈനിങ്ങിൽ അതിന് ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അപ്രിയോറി എന്ന് പറയുന്ന മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. FP ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ബ്ലോക്ക് ഇന്ന് നമുക്ക് തീർക്കാം. അതായത് അസോസിയേഷൻ റൂൾ മൈനിങ്ങിന് ശേഷം നമുക്ക് അതായത് ഫീച്ചർ സെലക്ഷനും പിന്നീടുള്ള ക്ലസ്റ്ററിങ്ങും നമുക്ക് ഡീൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് നോട്ട് ഷെയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലെക്ചർ നോട്ട്സ് തന്നായിരുന്നു. ആ ലെക്ചർ നോട്ടിലുള്ള ഒരു 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 അറ്റാച്ച്മെന്റ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പറയാം.
ഒരു ഒരു നോട്ടിന്റെ PDF ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അസോസിയേഷൻ റൂൾ. ഇന്ന് അയച്ചു തന്നിരിക്കുന്ന അറ്റാച്ച്മെന്റിൽ ഒരെണ്ണം ഇതാണ്. അപ്രിയോറി ലെക്ചർ നോട്ട്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ നോക്കിയാൽ മതി. നമ്മള് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻ പഠിച്ചു, പിന്നെ റിഗ്രഷൻ പറഞ്ഞു, പിന്നെ ക്ലസ്റ്ററിംഗ് പറഞ്ഞു. ഓരോന്നും ഓരോ ടൈപ്പ് പ്രോബ്ലം ആണ്. ഈ പറയുന്ന 2 അൽഗോരിതംസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 അൽഗോരിതംസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. അതായത് ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ അതിൽ ഏതാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന പാറ്റേൺസ്, ആ പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 2 അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ആദ്യം പറയുന്ന അൽഗോരിതം ആണ് നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള അൽഗോരിതം. എന്റെ പേര് അപ്രിയോറി എന്നാണ്. അപ്രിയോറി അൽഗോരിതത്തിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. ലൈക്ക് അത് ഡേറ്റാബേസിനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫെച്ച് ഓപ്പറേഷൻസ് കോൾ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഫ്രീക്വന്റ് ഐറ്റംസ് ഒരു n ഐറ്റംസ് ആണെങ്കിൽ, അതായത് ഒരു 10 ഐറ്റത്തിന്റെ ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ 10 വട്ടം മിനിമം നിങ്ങളുടെ ഡേറ്റാബേസിൽ മൊത്തം നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഈ ഡേറ്റാബേസ് സ്കാനിങ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിസോഴ്സ് കൺസ്യൂമിങ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അപ്രിയോറി അൽഗോരിതം നമ്മളൊരു ലാർജ് ഡൊമെയ്ൻ പ്രോബ്ലത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ പ്രിഫർ ചെയ്യാറില്ല. കാൻഡിഡേറ്റ് ജനറേഷൻ അതിന് വരുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിന് ശേഷം വരുന്ന XP ഗ്രൂപ്പ് എന്ന് പറയുന്ന അൽഗോരിതം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ. അപ്പൊ XP ഗ്രൂപ്പ് നിങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അപ്രിയോറിയുടെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈൻഡിങ് frequent pattern association, correlation of cache structures and MSF pipelines or obsolete transaction എന്ന് പറയുന്നത് നിങ്ങളുടെ given data ഒരു പോർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാബേസിന്റെ പോർഷൻ ആണ് എന്ത് ഫ്രീക്വന്റ് ഈ പറയുന്ന ഐറ്റംസ്. അസോസിയേഷൻ റൂൾ മൈനിങ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ടുള്ള പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനൊരു അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് 2 ഡിഫറെന്റ് ടാസ്കുകളാണ്. 2 ആൻസേഴ്സ് ആണ് നമ്മൾ ഈ അൽഗോരിതം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് അതിലുള്ള ഫ്രീക്വന്റ് ഐറ്റംസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. രണ്ടാമതെന്ന് പറയുന്നത് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് അസോസിയേഷൻ റൂൾസിനെ കണ്ടുപിടിക്കാം. ഫ്രീക്വന്റ് ഐറ്റംസ് ജനറേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്ന സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കാം. ഐറ്റംസ് എന്ന് പറയുന്നത് ആണ്. ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടന്റ് ഐറ്റംസ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് 2 ടെക്നിക്കൽ ടേംസ് നമ്മൾ ചെയ്തിട്ട് ഫ്രീക്വന്റ് ഐറ്റംസ് കണ്ടുപിടിക്കുന്ന സമയത്ത് സപ്പോർട്ട് എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു വാല്യൂ വേണം. സപ്പോർട്ട് ഐറ്റം നിങ്ങളുടെ ടോട്ടൽ ട്രാൻസാക്ഷനിൽ ഒരു പർട്ടിക്കുലർ ഐറ്റം എത്ര വട്ടം ചെയ്യുന്നു. frequency of your transaction divided by total number of transactions. ഒരു ഐറ്റത്തിന്റെ കൗണ്ട് ചെയ്യാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. കോൺഫിഡൻസ് നമ്മൾ പറയുന്നത് 2 ഐറ്റങ്ങളും കമ്പയർ ചെയ്തിട്ടാണ്. ഒരു ഐറ്റം ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഐറ്റം വരാനുള്ള ചാൻസ് ആണ്. അല്ലെങ്കിൽ കണ്ടീഷൻ പ്രോബബിലിറ്റി ട്രാൻസാക്ഷൻ കണ്ടെയ്നിങ് A also contains B, that is called confidence. So this is actually sub out of A divided by sub out of A. ഈ 2 ടെക്നിക്കൽ ടേംസുകൾ ആവശ്യമുള്ളത്. അപ്രിയോറി അൽഗോരിതത്തിന്റെ അൽഗോരിതമാണ് ലാസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ C1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. C1 എന്ന് പറഞ്ഞാൽ 1 ഐറ്റം ഐറ്റംസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷനിൽ ചെയ്യുന്ന ഓരോ ഐറ്റങ്ങളെയും ഫ്രീക്വൻസി കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടാബുലേറ്റ് ചെയ്ത് വെക്കുക. ആ ടാബുലേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്, C1 എന്ന് വിളിക്കുന്നത്. And from C1 you go for generating L1. From C1 you go for generating L1. L1 എന്താണ്? ഈ പറയുന്ന C1ൽ എത്ര ഐറ്റംസ് ആണ് നമ്മുടെ മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐറ്റംസ് ഇതിനെയാണ് L1 എന്ന് പറയുന്നത്.
മിനിമം സപ്പോർട്ട് അല്ലെങ്കിൽ മിനിമം കോൺഫിഡൻസ് വാല്യൂ എത്രയാണ്, എത്ര നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് ആ എലിമിനേറ്റഡ് ആയിട്ടുള്ള ന്യൂ ലിസ്റ്റ് കൊണ്ട് അപ്ഡേറ്റഡ് ലിസ്റ്റ് കൊണ്ട് നിങ്ങൾ L1 ഏജന്റ് ജനറേറ്റ് ചെയ്യും. L1ൽ നിന്ന് തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ C2 ജനറേറ്റ് ചെയ്യും. എന്താണ് C2? 2 ഐറ്റം ആണ് നിങ്ങളുടെ C2 എന്ന് പറയുന്നത്. അതായത് രണ്ട് ഐറ്റത്തിന്റെ കോമ്പിനേഷൻ ടപ്പിൾസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യും. C2ൽ നിന്ന് നിങ്ങൾ L2 ജനറേറ്റ് ചെയ്യാനായിട്ട് പോകും. എന്താണ് L2? C2 എന്ന് പറയുന്നതിൽ എല്ലാ ഐറ്റംസ് കോമ്പിനേഷൻസും ഉണ്ടാകും. അതിൽ മിനിമം സപ്പോർട്ട് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഐറ്റങ്ങളെ നിങ്ങൾ L2ലേക്ക് ഫോം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എൻഡ് വരെ പോകാം അൺടിൽ കൺവേർജൻസ്. അതായത് എല്ലാ എലമെന്റ്സും ഇപ്പൊ ഒരു ടപ്പിൾ നിങ്ങൾ ജനറേറ്റ് ചെയ്തു, ആ ടപ്പിളിൽ ഒരു എലമെന്റ് പോലും മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ പറയുന്ന ടപ്പിളിന്റെ സൈസ് കൂടി വരും. ആ പോയിന്റിൽ നമുക്ക് കൺവേർജൻസ് എത്തിയെന്ന് മനസ്സിലാക്കാം. അതാണ് നമ്മളുടെ ഈ പറയുന്ന കൺവേർജൻസ് വാല്യൂ. അത് നമ്മളൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി വരും. ഈ അൽഗോരിതം കുറേ കൂടെ ക്ലിയർ ആകും. ഈ പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. ആ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട് വിച്ച് ആർ ഡിനോട്ടഡ് ബൈ I1, I2, I3, I4, I5. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സിനെ ജനറേറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ടിൽ സ്ട്രോങ് അസോസിയേഷൻ റൂൾസും കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യാൻ പോകാം. അൽഗോരിതം പ്രകാരം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ ഐറ്റം സെറ്റ്, അതായത് C1 ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. C1ൽ അപ്പൊ എത്ര വാല്യൂസ് ഉണ്ടാവും? I1, I2, I3, I4, I5. ഈ I1, I2 ഓരോന്നും എത്ര കൗണ്ട് കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അതിന്റെ റൈറ്റ് കോളത്തിലായിട്ട് സപ്പോർട്ട് കൗണ്ട് വാല്യൂ ആയിട്ട് നിങ്ങൾ എഴുതണം. C1 അതുപോലെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C1ൽ നിന്ന് L1 ജനറേറ്റ് ചെയ്യണം. എന്താണ് L1? C1ൽ എത്ര എലമെന്റ്സ് മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആ എലമെന്റുകൾ മാത്രമാണ് നമ്മൾ L1ലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഈ കേസിൽ നമ്മുടെ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 2ന് താഴെ വരുന്ന എലമെന്റുകളാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഈ കേസിൽ നമുക്ക് പ്രൂൺ ചെയ്യാൻ എലമെന്റ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ L1 will be equal to your generated C1. ഇനി L1ൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, C2 ജനറേറ്റ് ചെയ്യുന്നു. C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഐറ്റം സെറ്റ്. I1, I2, I3, I4, I5ൽ നിന്ന് 2 ടപ്പിൾസ് ജനറേറ്റ് ചെയ്യാം. I1, I2, I1, I3, I1, I4, I1, I5. I1ന്റെ കോമ്പിനേഷൻസ് തീർന്നു. പിന്നെ എന്താണ്? I2, I3, I2, I4, I2, I5 ആ രീതിയിൽ 2 ടപ്പിൾസിന്റെ കോമ്പിനേഷൻ. അപ്പൊ I2 തീർന്നു. ഇനി ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടപ്പിൾസ് വരുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ I2, I1 കൺസിഡർ ചെയ്യാത്തത്. കാര്യം അത് I1, I2 ആയിട്ട് ഓൾറെഡി ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ 2 ടപ്പിൾ കോമ്പിനേഷൻസും എടുക്കുക, അതിന്റെ സപ്പോർട്ട് കൗണ്ട് വാല്യൂസ് എടുക്കുക. ഇതിൽ നമ്മൾ C2ൽ നിന്ന് L2 ജനറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും I1, I4 അതിന്റെ കൗണ്ട് 1 ഉള്ളൂ. I3, I4 വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കോമ്പിനേഷൻ 0 ആണ്. I3, I5ഉം 1 ആണ്. I4, I5ഉം 0 ആണ്. ഈ പറയുന്ന ടപ്പിൾസ് എല്ലാം നമ്മുടെ മിനിമം സപ്പോർട്ട് വാല്യൂ ആയിട്ടുള്ള 2ന്റെ താഴെ പോകുന്നത് കൊണ്ട് യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ് ദി ക്യാരി ഫോർവേഡ് ദ റിമൈനിങ് വൺ. അതിനെയാണ് നമ്മൾ L2 എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിൽ നിന്ന് C3 ജനറേറ്റ് ചെയ്യുക. C3 എന്താണ്? L2ലുള്ള ഐറ്റംസ് വിത്ത് 3 ടപ്പിൾ കോമ്പിനേഷൻ. അപ്പൊ 3 ടപ്പിൾ കോമ്പിനേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന C3 എന്ന് പറയുന്നത് ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങളുടെ എന്താണ്, ഈ റെഡിങ്ങിൽ എഴുതിയിട്ടുള്ളതാണ് നിങ്ങളുടെ C3. ദാറ്റ് ഈസ് 3 ഐറ്റം സെറ്റ്. അതിൽ മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഐറ്റംസ് ആണ് ഉള്ളത്. I1, I2, I3, I1, I2, I5. അതിന്റെ രണ്ടിന്റെ സപ്പോർട്ട് കൗണ്ട് വാല്യൂ 2 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അൽഗോരിതം പ്രകാരം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് C4 ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ടപ്പിളിൽ നിന്ന് 4 ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. 4 ഐറ്റം സെറ്റ് ആദ്യം തന്നെ നിങ്ങൾ കോമ്പിനേഷൻസ് നോക്കുക. ഈ കോമ്പിനേഷൻസ് നിങ്ങളുടെ മെയിൻ ടേബിളിൽ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് കൗണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ സപ്പോർട്ട് കൗണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് നൺ ഓഫ് ദ ഐറ്റം സാറ്റിസ്ഫൈ മിനിമം സപ്പോർട്ട്.
അപ്പൊ എന്ത് പറ്റും? അവിടെ C3യിൽ നിന്ന് L3 ജനറേറ്റ് ചെയ്യാൻ, C4ൽ നിന്ന് L4 ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇല്ല. അതായത് ആ ഇറ്ററേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ L3 വരെ മാത്രം നമ്മൾ എഴുതിയത്. അപ്പൊ നിങ്ങളുടെ എന്താ പറയുന്നത്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഫസ്റ്റ് പോർഷൻ ഇറ്റ് ഇസ് ഡൺ. ഇനി അതിൽ നിന്ന് സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ആ സ്റ്റെപ്പ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? കോൺഫിഡൻസ് നമുക്ക് വേണം. മിനിമം കോൺഫിഡൻസ് എന്ന് പറയുന്നത് 70% എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പറയുന്ന രണ്ട് ഐറ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യാവുന്ന എല്ലാ അസോസിയേഷൻ റൂൾസും ആദ്യം എഴുതുക. എന്നിട്ട് ആ അസോസിയേഷൻ റൂളിന്റെ കോൺഫിഡൻസ് കണ്ടുപിടിക്കുക. മിനിമം കോൺഫിഡൻസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. സപ്പോർട്ട് ഓഫ് എ യൂണിയൻ ബി ബൈ പി ഓഫ് എ, അല്ലെങ്കിൽ സപ്പോർട്ട് ഓഫ് എ ആണ് എന്ത്? കോൺഫിഡൻസിന്റെ കോൺഫിഡൻസ് അല്ല, മിനിമം കോൺഫിഡൻസിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ടപ്പിൾ ആണ് ഇവിടെ ഉള്ളത്. എന്താണ് ആദ്യത്തെ സെറ്റ് ടപ്പിള്? I1, you can see രണ്ട് ഐറ്റം സെറ്റ് I1, I2, I3, that is the first item, and I1, I2, I5, that is the second item. അപ്പൊ രണ്ട് ഐറ്റം സെറ്റ്സ് നിങ്ങൾക്കുണ്ട്. ഈ ഫസ്റ്റ് ഐറ്റം സെറ്റിൽ നിന്ന് എത്ര റൂൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം? ഓൾ പോസിബിൾ റൂൾസ് എടുക്കുക. ഓൾ പോസിബിൾ റൂൾസ് എന്ന് പറയുമ്പോൾ I1 വാങ്ങിക്കുന്ന ഒരാള് I2 I3 വാങ്ങാം. I1 വാങ്ങിക്കുന്ന ഒരാള് I1 I2 വാങ്ങിക്കുന്ന ഒരാള് I3 വാങ്ങാം. I2 വാങ്ങിക്കുന്ന ഒരാള് I1 I3 കൂടെ വാങ്ങാം. അല്ലെങ്കിൽ I3 വാങ്ങുന്ന ഒരാള് I1 I2 കൂടെ വാങ്ങാം. അല്ലെങ്കിൽ I2 I3 വാങ്ങുന്ന ഒരാൾക്ക് I1 കൂടെ വാങ്ങാം. അല്ലെങ്കിൽ I1 I3 വാങ്ങിക്കുന്ന ഒരാൾക്ക് I2 കൂടെ വാങ്ങാം. അങ്ങനെ ടോട്ടൽ ഓഫ് 6 കോമ്പിനേഷൻസ് നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിക്കാം ഒറ്റ റൂളിൽ നിന്ന് തന്നെ. അതായത് 3 ഐറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഐറ്റം സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് 6 റൂൾസ് ജനറേറ്റ് ചെയ്യാം. ഈ 6 റൂൾസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും കോൺഫിഡൻസ് വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കോൺഫിഡൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? P of A union B divided by P of A. That is the confidence equation. അപ്പൊ ഇവിടെ ഇപ്പൊ I1 I2 gives I3 എന്ന് പറയുന്ന ഇക്വേഷനിലാണെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? P of A union B by P of A. A എന്ന് പറയുന്നത് I1 I2 ആണ്, B എന്ന് പറയുന്നത് I3 ആണ് ഈ ഒരു റൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതെങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും? P of A union B, that is P of I1 union I2 union I3 divided by P of B. What is your P of B? Your P of B is I3. So P of 3. P of 3 ആണ് ഇത്. അപ്പോൾ ഇതിന്റെ വാല്യൂസ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും L1 L2 L3s ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ L1 L2 L3സിൽ ഈ പറയുന്ന ടപ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ P of A യൂണിയൻ B യൂണിയൻ C ആണെങ്കിൽ L3 നോക്കുക. 3 വാല്യൂസ് അവിടെ ഉണ്ട്. അതിൽ നമ്മളുടെ ടപ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. ടപ്പിൾ ഉണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ട് കൗണ്ട് വാല്യൂ എത്രയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ദാറ്റ് വുഡ് ബി യുവർ യൂണിയൻ വാല്യൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഒരു ഡിനോമിനേറ്റർ നിങ്ങൾക്ക് വരുമ്പോൾ യു വിൽ ഗെറ്റ് എ വാല്യൂ. ആ വാല്യൂ ആണ് ഇവരിവിടെ പെർസെന്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ മിനിമം കോൺഫിഡൻസ് വാല്യൂ 70 എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 70ക്ക് താഴെ വരുന്ന എല്ലാ അസോസിയേഷൻ റൂൾസും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഒരെണ്ണത്തിൽ മാത്രമേ അവർ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ളൂ, വിച്ച് ഇസ് ദിസ് റൂൾ. I1 gives I2 I3. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? A union B by P of B. A union B by P of A. ഇവിടെ നമ്മുടെ A എന്ന് പറയുന്നത് I ആണ്, B എന്ന് പറയുന്നത് I2 I3 ആണ്. സോ P of A union B എന്ന് പറയുന്നത് I1 union I2 union I3 ആൻഡ് P of A എന്ന് പറയുന്നത് I1 alone. സോ P of I. അപ്പൊ അതിന് I1 യൂണിയൻ I2 യൂണിയൻ I3 എന്ന് പറഞ്ഞാൽ I1 I2 I3 എത്ര വട്ടം ഒക്കർ ചെയ്യുന്നുണ്ടെന്ന്. ഫ്രം ദ ടേബിൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ്സ് വാല്യൂ ടു ബി 2. ആൻഡ് P of I1 എന്ന് പറഞ്ഞാൽ I1ന്റെ സപ്പോർട്ട് കൗണ്ട് എത്രയാണ് അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടേബിളിൽ നിന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 6. So 2 divided by 6 will give you 33%. അപ്പൊ ആ പറയുന്ന 33% 70%-ലും താഴെ ആയതുകൊണ്ട് യു ക്യാൻ എലിമിനേറ്റ് ദാറ്റ് പർട്ടിക്കുലർ റൂൾ. അങ്ങനെ നിങ്ങൾ അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കുമ്പോൾ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ദാറ്റ്
for this particular question, you can see that from the second rule, 1, 2, 3 has satisfied 100%. ആ 3 പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് 100% കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ 100% കിട്ടിയാൽ മാത്രമേ സ്ട്രോങ് അസോസിയേഷൻ റൂൾ ആകൂ, അങ്ങനെയില്ല. ഇപ്പൊ നമുക്ക് മിനിമം കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 70% ആണ്. അപ്പൊ 70% വരുന്ന അല്ലെങ്കിൽ 70%ന് മേളിൽ വരുന്ന എല്ലാ റൂൾസും എന്താണ്? സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് ആണ്. അല്ലാതെ 100% വന്നാൽ മാത്രമേ സ്ട്രോങ് അസോസിയേഷൻ റൂൾ ആകൂ എന്ന് നിർബന്ധമില്ല. അപ്പൊ ആ രീതിയിൽ സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കുക. അതിനു മുന്നേ ഉള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് കണ്ടുപിടിക്കുക. 10 മാർക്കിന്റെയൊക്കെ എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് സ്ട്രോങ് അസോസിയേഷൻ റൂൾസ് സക്സസ്ഫുള്ളി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 5 മാർക്സ് ഈ പറയുന്ന ബെറ്റർ ആയിട്ടുള്ള അസോസിയേഷൻ റൂൾ, കോൺഫിഡൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അസോസിയേഷൻ റൂൾസ് ഏതാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ you will get the remaining 5 marks. So this is an essay question. അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് കൂടെ, 2 ന്യൂമറിക്കൽസ് കൂടെ ഈ അറ്റാച്ച്മെന്റിൽ ഉണ്ട്. സെയിം മെത്തേഡ് ആണ്, സെയിം പ്രൊസീജിയർ ആണ്, നോ ചേഞ്ച്. ദാറ്റ് ഈസ് അബൌട്ട് അപ്രിയോറി മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഇസ് FP ഗ്രോത്ത് മെത്തേഡ്. 2 മെത്തേഡ്സ് ആണ് നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ടത്. സെക്കൻഡ് മെത്തേഡ് ഇസ് FP ഗ്രോത്ത് മെത്തേഡ്. FP ഗ്രോത്ത് മെത്തേഡ് നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു മെത്തേഡാണ്, ന്യൂ മെത്തേഡാണ്. അവിടെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ വേറൊരു പേരാണ് അപ്രിയോറിയുടെ അതർ നെയിം ആയിരുന്നു മൈനിങ് ഫ്രീക്വന്റ് പാറ്റേൺസ് വിത്ത് കാൻഡിഡേറ്റ് ജനറേഷൻ എന്നുള്ളത്. അതായത് ഓരോ കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫെച്ച് ദ ഡേറ്റാബേസ് ഈച്ച് ടൈം. നമ്മൾ C1 ജനറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡേറ്റാബേസിന് ഒരു ഹോൾ ടൈം നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. C1ൽ നിന്ന് L1 നിങ്ങൾക്ക് ഡേറ്റാബേസ് സ്കാൻ ഇല്ലാതെ പറ്റും, പക്ഷെ L1ൽ നിന്ന് C2 ഡേറ്റാബേസ് സ്കാൻ ഇല്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ C3 ജനറേഷന്റെ കേസിൽ നിങ്ങൾ വീണ്ടും ഡേറ്റാബേസിന് നിങ്ങൾ ഫെച്ച് ചെയ്യും. ടോട്ടൽ ഡേറ്റാബേസിന് നിങ്ങൾക്ക് ഫെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു എന്താ പറയുന്നത്, അതൊരു നല്ലൊരു മെത്തേഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കണ്ടോ അപ്രിയോറി അപ്രോച്ചിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, ഇറ്റ് ഇസ് എൻ ഇറ്ററേറ്റീവ് പ്രോസസ് വിച്ച് റിക്വയർ ഡേറ്റാബേസ് സെർച്ച്. സോ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെറ്റ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി ഡേറ്റാബേസ് സ്കാൻ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് FP ഗ്രോത്ത് മെത്തേഡ് വന്നത്. അതൊരു ഡിവൈഡ് ആൻഡ് കോൺക്വർ സ്ട്രാറ്റജിയാണ്. ഒറ്റവട്ടം മാത്രമേ നിങ്ങൾക്ക് ഡേറ്റാബേസിന്റെ സെർച്ച് ആവശ്യമുള്ളൂ. അതിന്റെ സ്റ്റെപ്സ് 2 മെയിൻ സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 2 സ്റ്റെപ്പ് എഴുതിയാൽ മതി. അതിന്റെ ഒരു ന്യൂമറിക്കൽ ഞാൻ പറഞ്ഞു തരാം. ന്യൂമറിക്കൽ പറയുമ്പോൾ ഈ പറയുന്ന 2 സ്റ്റെപ്സ് എന്താണെന്നുള്ളത് ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഡേറ്റാബേസ് നമ്മൾ സിംഗിൾ ടൈം അല്ലെങ്കിൽ ഒരൊറ്റ വട്ടം നിങ്ങൾ ഡേറ്റാബേസ് സ്കാൻ നിങ്ങൾ ചെയ്യും. ഡേറ്റാബേസ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട്, ഓരോ ഐറ്റത്തിന്റെയും സപ്പോർട്ട് കൗണ്ട് വാല്യൂ എത്രയാണ്, എത്ര ഐറ്റം അതിൻ്റെ അകത്ത് ടോട്ടലി ഉണ്ട്, ആ ഓരോ ഐറ്റത്തിന്റെയും സപ്പോർട്ട് കൗണ്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഡേറ്റാബേസ് സ്കാനിന്റെ ആകെ ഉദ്ദേശം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു പാഴ്സ് ട്രീ അല്ലെങ്കിൽ ഒരു FP ഗ്രോത്ത് ട്രീ നമ്മൾ വരയ്ക്കുകയാണ്. ആ ട്രീ ജനറേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒറ്റവട്ടം നിങ്ങൾ ഡേറ്റാബേസ് സ്കാൻ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്താൽ മതി. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂമറിക്കൽ ആണ്. ആ ന്യൂമറിക്കലിൽ ഗിവൺ ആയിട്ട് മിനിമം സപ്പോർട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു 3 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. മിനിമം സപ്പോർട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു 3. ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. 5 ട്രാൻസാക്ഷൻ ഉണ്ട്, T100 to T500. അതിന്റെ ഐറ്റം സെറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: MONKEY, DONKEY, MAKE, MUCKY, COOKIE. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ഐറ്റത്തിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. റിപ്പീറ്റേഷൻ ആവശ്യമില്ലാതെ ഓരോ ഐറ്റത്തിനെയും വിത്ത് ഇറ്റ് സപ്പോർട്ട് കൗണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പൊ സപ്പോർട്ട് കൗണ്ടിൽ മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 3 ആണ്. 3ന് താഴെ വരുന്ന എല്ലാ ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ഓരോ ഐറ്റത്തിന്റെയും കീഴിൽ നമ്മൾ ക്രോസ് ഇട്ടിരിക്കുന്നത്.
മിനിമം സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐറ്റത്തിനെ നിങ്ങൾ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് മാറ്റി ലിസ്റ്റ് ചെയ്യാം. മാറ്റി ലിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ലിസ്റ്റ് ചെയ്യാതെ അതിന് ഡിക്രീസിങ് ഓർഡറിൽ കൊടുക്കുക. അതായത് ഹയസ്റ്റ് വാല്യൂ വരുന്നതിനെ ആദ്യം എഴുതുക, പിന്നീട് ലോവസ്റ്റ് അങ്ങനെ. അപ്പൊ നമുക്ക് വരുന്ന റിമൈനിങ് ഐറ്റംസ് എന്ന് പറയുന്നത് KEMOY ആണ്. KEMOY. കെക്കാണ് ലാർജസ്റ്റ് സപ്പോർട്ട് കൗണ്ട്, ഇ നെക്സ്റ്റ്, എം നെക്സ്റ്റ്, ഒ നെക്സ്റ്റ് ആൻഡ് വൈ നെക്സ്റ്റ്. ആ രീതിയിൽ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതി. ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയതിനു ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷനിൽ ഈ ഐറ്റത്തിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. അതായത് ഒറിജിനൽ ട്രാൻസാക്ഷനിൽ നമ്മുടെ ഫസ്റ്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് MONKEY ആണ്. അതിൽ നമ്മൾ അതിന്റെ സപ്പോർട്ട് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി N നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആയിരുന്നു. N മാത്രമേ നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. Nന്റെ സപ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത് 3-നേലും കുറവാണ്. അപ്പൊ Nനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ MOKEY എന്ന് പറയുന്നത് നമ്മൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതും. അപ്പോൾ കെയ്ക്കായിരുന്നു കൂടുതൽ ഫ്രീക്വൻസി, കെയുടെ വാല്യൂ 5 ആയിരുന്നു, പിന്നെ ഇ ആയിരുന്നു. അപ്പൊ ആ ഓർഡറിൽ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി, KEMOY എന്ന് എഴുതി. ഇനി DONKEY ആണെങ്കിൽ നമുക്കറിയാം N എലിമിനേറ്റ് ആയി പോയി. N എലിമിനേറ്റ് ആയി പോകുന്നതിനോടൊപ്പം തന്നെ D എലിമിനേറ്റ് ആയി പോയി. ഡിയും Nഉം അവിടെ എലിമിനേറ്റ് ആയി പോയ ഐറ്റംസ് ആണ്. പിന്നീടുള്ളതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ KEOY വന്നു. ഇനി MAKയിൽ A എലിമിനേറ്റ് ആയ ഐറ്റം ആണ്, സപ്പോർട്ട് കൗണ്ട് ലെസ് വാല്യൂ ആണ്. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് KEY. അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് ട്രാൻസാക്ഷന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ KMY എന്നും KEO എന്നും നമുക്ക് കിട്ടും. അപ്പൊ ഒറ്റ ഡേറ്റാബേസ് സെർച്ചിൽ നമ്മൾ ഈ പറയുന്ന റീഅറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തു. ഇനി ഈ ഓർഡേർഡ് ഐറ്റം സെറ്റ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രീ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ട്രീയില് ആദ്യം തന്നെ നിങ്ങളൊരു റൂട്ട് നോഡ് നൾ നോഡ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒക്വർ ചെയ്യുന്ന ഓരോ ഐറ്റത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, 1 by 1 നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് KEOY. അപ്പൊ KEOYനെ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം? യു ക്യാൻ ലിസ്റ്റ് ലൈക്ക് K ആദ്യം, E ആദ്യം, M ആദ്യം, O ആദ്യം, Y അവസാനം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും സപ്പോർട്ട് കൗണ്ട് വാല്യൂ ഈ എലമെന്റിന്റെ കൂടെ തന്നെ എഴുതുക. സോ ഇറ്റ് ബിക്കംസ് 1 1 1 1 1 ഇൻ ഓൾ ദ കേസസ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ലിസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ മെൻഷൻ ചെയ്തു. ഇനി അടുത്ത ലിസ്റ്റ് ഏതായിരുന്നു? KEOY ആയിരുന്നു. സെക്കൻഡ് ട്രാൻസാക്ഷൻ KEOY. അപ്പൊ നിങ്ങൾ നോക്കുക, കെയിൽ നിന്ന് ഇ ഓൾറെഡി അവിടെ ലിസ്റ്റ് ആണ്, പക്ഷെ ഇ കഴിഞ്ഞ് M ആണ് വന്നിരിക്കുന്നത്, നോട്ട് O. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇയിൽ നിന്ന് അടുത്ത ട്രാൻസാക്ഷൻ വിച്ച് ഇസ് O ആൻഡ് ദെൻ Y, അത് നിങ്ങൾ സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് എഴുതുക. അപ്പൊ കെയിന്റെയും ഇന്റെയും കൗണ്ട് 2 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഈ പറയുന്ന ഓയും വൈയും ഇറ്റ് അഗെയിൻസ് ബിക്കം 1. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന KEM ആണ്. K കഴിഞ്ഞ് E കഴിഞ്ഞ് M, അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ട് കൗണ്ട് വാല്യൂസ് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. 3 3 2 എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം. 3 ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് KMY ആണ്. KMYനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? K കഴിഞ്ഞ് M വരണം, K കഴിഞ്ഞ് ഡയറക്റ്റ് M വരണം. അത് ഓൾറെഡി ട്രീയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിനൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് എഴുതുക. K ഓൾറെഡി അവിടെ ഉണ്ട്, ദെൻ M, ദെൻ Y. അപ്പൊ അതിന് 4 1 1 എന്ന് പറഞ്ഞ് കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ KEO. K കഴിഞ്ഞ് E ഉണ്ട്, E കഴിഞ്ഞ് O രണ്ടാമത് സെപ്പറേറ്റ് വരയ്ക്കുക. ആൻഡ് അതിന്റെ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ ഹെൻസ് യുവർ FP ട്രീ ഈസ് കംപ്ലീറ്റ്. വൺസ് യു ഹാവ് FP ട്രീ, നിങ്ങൾക്ക് അതിന്റെ പാറ്റേൺ ബേസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. പാറ്റേൺ ബേസിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വന്റ് പാറ്റേൺസിനെ ജനറേറ്റ് ചെയ്യുന്നത്. യു ക്യാൻ സീ ഹിയർ, ഇവിടുത്തെ നോട്ട്സ് കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് മിസ്റ്റേക്സ് അല്ല, വെട്ടി എഴുതിയിട്ടുണ്ട്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങളുടെ നോട്ടിലേക്ക് ഇതൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ക്ലിയർ. അപ്പോൾ നമ്മൾക്കുള്ള ഐറ്റംസ് നമുക്കറിയാം, KEMOY ആയിരുന്നു നമ്മുടെ ഓർഡർ. അതിനെ തന്നെ നിങ്ങൾ റിവേഴ്സ് ഐറ്റത്തിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതായത് ഏറ്റവും അവസാനത്തുള്ള Y നിങ്ങൾ എടുക്കുക,
ഇനി വൈയുടെ ബ്രാഞ്ച് എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് നോക്കാം. എഫ് പി ട്രീയിൽ വൈയുടെ ബ്രാഞ്ച് എത്ര ഉണ്ടെന്ന് നോക്കാം. യു ക്യാൻ സി വൈ 1 2 3 ബ്രാഞ്ചസ് വൈ വന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? കെ ഇ എം ഒയും അതുപോലെ തന്നെ കെ ഇ ഒയും കെ എം കെ എം 3 വാല്യൂസ് ആണ് വൈയിൽ നിന്ന് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ഇവിടെ എഴുതാം. യു ക്യാൻ സി ഹിയർ വൈയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കെ ഇ എം ഒയും കെ ഇ വൈയും അങ്ങനെ ഒരു സെറ്റ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. കോമൺ ആയിട്ട് വരുന്ന വാല്യൂസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്തും നിങ്ങൾക്ക് എഴുതാം. അത് ഇവിടെ കൊടുത്തിട്ടില്ല. ഇൻ ദ നെക്സ്റ്റ് പ്രോബ്ലം ഐ തിങ്ക് സെക്കൻഡ് പ്രോബ്ലം ഇവിടെ ഉണ്ടാവും. സെക്കൻഡ് പ്രോബ്ലത്തിൽ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവം കാണാനായിട്ട് പറ്റും. യു ക്യാൻ സി ആദ്യത്തെ കണ്ടീഷണൽ പാറ്റേണിൽ കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ് ഇവിടെ I1 I2 I3 ആണ്. അതിന്റെ വാല്യൂ എത്രയാന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യുക. I1 I2 രണ്ടാമത്തെ സെറ്റ് ബ്രാഞ്ച് ആയിരിക്കും. അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇതിൽ കണ്ടീഷണൽ എഫ് പി ട്രീയിലേക്ക് എന്ത് വരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിസ്റ്റിൽ ബേസിക്കലി I1 I2 I3യും I2 I1 ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ കോമൺ വരുന്ന ഐറ്റംസ് മാത്രമാണ് കണ്ടീഷണൽ എഫ് പി ട്രീയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അതായത് I1 I2 I3 ആൻഡ് I1 I2 I1 ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? I1ഉം I2. ആ I1ഉം I2 ആണ്. യു ക്യാൻ സി ആദ്യത്തെ കോളത്തിൽ ദ വാല്യൂ വാസ് 2, ദ സെക്കൻഡ് കോളത്തിൽ ദ വാല്യൂ വാസ് 1. അപ്പൊ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ 2,2 ആയി. ആൻഡ് I1 I2 ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റം. അപ്പൊ ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റത്തിൽ നിന്ന് ഫ്രീക്വന്റ് പാറ്റേൺസ് ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുന്നത്? ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റത്തിന്റെ കൂടെ തന്നെ ഏത് ഐറ്റത്തിൽ നിന്നാണോ നിങ്ങൾ ഈ പറയുന്ന പാറ്റേൺ ബേസ് ജനറേറ്റ് ചെയ്യുന്നത് ആ ഐറ്റത്തിനെയും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഐറ്റം എന്തായിരുന്നു? ഇവിടെ I5 ആയിരുന്നു നമ്മുടെ ഐറ്റം. ഈ I5ൽ നിന്ന് ഈ പറയുന്ന പാറ്റേൺസ് സം ചെയ്ത് എഴുതുമ്പോൾ യു ഗെറ്റ് ദ ഫ്രീക്വന്റ് പാറ്റേൺ വാല്യൂ. അതായത് നമ്മുടെ കണ്ടീഷണൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് I1 ആൻഡ് I2. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ I5 കൂടെ ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഡിഫറെന്റ് ഫ്രീക്വന്റ് പാറ്റേൺസ്. ലൈക്ക് I1ഉം I2ഉം ഒരു പാറ്റേൺ ആണ്, I2ഉം I5ഉം ഒരു പാറ്റേൺ ആണ്. ഇനി I1 I2 I5ഉം വേറൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബേസിക്കലി ഈ പറയുന്ന ടേബിൾ കൺസ്ട്രക്ഷൻ ക്ലിയർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ഉണ്ട്, പക്ഷെ അത് ആദ്യത്തെ 1-2 വാല്യൂസിൽ അവിടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ പാറ്റേൺ ബേസ് കണ്ടുപിടിക്കുന്ന ഫ്രീക്വന്റ് പാറ്റേൺസിനെ ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ആദ്യം നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്രൈ ഔട്ട് ചെയ്യുക നിങ്ങളുടെ എൻഡിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് മെത്തേഡ് എങ്ങനെയാന്ന് മനസ്സിലാവും. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഈ ട്രീ വരച്ചതിന് ശേഷമുള്ള ലാസ്റ്റ് പോർഷൻ, അതായത് ടേബിൾ ക്രിയേഷൻ സെൽഫായിട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ഹൗ യു ക്യാൻ ഡു യുവർ എഫ് പി ഗ്രോത്ത് മെത്തേഡ്. ഇപ്പൊ ഫ്രീക്വന്റ് പാറ്റേൺ ജനറേഷനിൽ നമുക്ക് 2 അൽഗോരിതംസ് ആണ് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇതല്ലാതെ ഇവിടെ തിയറി പോർഷൻസ് ഇല്ല. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് തിയറി പോർഷൻ ഇല്ല. പിന്നെയും ഒരു പോർഷൻ ചോദിക്കാവുന്നത് മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ പാറ്റേൺ മൈനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. മൾട്ടി ലെവൽ പാറ്റേൺ മൈനിങ്ങിൽ ഡിഫറൻസ് ആയിട്ടൊന്നും ഇല്ല. അപ്പൊ നമ്മൾ സിംഗിൾ ലെവൽ മെത്തേഡ്സ് നമ്മൾ കണ്ടു. സിംഗിൾ ലെവൽ മെത്തേഡ്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് മൾട്ടി ലെവലുകളായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് ഈ മൾട്ടി ലെവൽ അസോസിയേഷൻ റൂൾസ് എന്ന് പറയുന്നത്. ആ ഒരു തിയറിറ്റിക്കൽ ബേസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതല്ലാതെ സ്ഥിരം നമ്മളോട് ചോദിക്കുന്നത് ഈ അപ്രിയോറി ആൻഡ് എഫ് പി ഗ്രോത്ത്, അതിന്റെ അൽഗോരിതം എഴുതുക, അതിൽ നിന്നുള്ള ന്യൂമറിക്കൽ കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എസ്സേയുടെ ഒരു 75% നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ അൽഗോരിതം ലിസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഈ ഒരു സെഷനിൽ നിന്ന് നമുക്കുള്ളത്. ഇനി 2 സെഷൻസ് എന്ന് പറയുന്നത് ന്യൂമറോസിറ്റി റിഡക്ഷനും അതുപോലെ തന്നെ ക്ലസ്റ്ററിങ്ങും ആണ്. ക്ലസ്റ്ററിങ്ങിൽ കെ മീൻസ് എന്ന് പറയുന്ന ഒരു സെഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് വരുന്നത്. കെ മീൻസിന്റെ ലെക്ചർ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് നോക്കിക്കൊണ്ട് വരാം. സോ ദാറ്റ് നാളെ ഞാൻ പ്രോബ്ലം ഇവിടെ ഇതുപോലെ ഓൺലൈനിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും.
കെ മീൻസ് ക്ലസ്റ്ററിങ് പ്ലസ് പറയുന്ന ന്യൂമറോസിറ്റി റിഡക്ഷൻ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആൻഡ് മൊഡ്യൂൾ 1 and 2 കുറച്ച് സെർച്ച് ആൻഡ് സോർട്ടിംഗ് ടെക്നിക്സ് ആണ്. അത് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതായത് എല്ലാ മെത്തേഡ്സും എന്താ പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ എല്ലാ മെത്തേഡ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ഇപ്പൊ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻസ്, അതിന്റെ അൽഗോരിതം നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാം ഫോർ ബ്ലോക്ക് 1 and 2. സോ വിത്ത് ദിസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക്, കറസ്പോണ്ടിങ് ടോപ്പിക്സ്, എസ്പെഷ്യലി FP ഗ്രോത്തിന്റെ പ്രോബ്ലം നിങ്ങൾ നോക്കിക്കൊണ്ട് വരിക. നാളത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ ഓക്കെ ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. Thank you, ma'am.